ഏതാനും വർഷം മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമായി നമ്മൾ കണ്ട, അതല്ലെങ്കിൽ നികേഷും ഞാനൊക്കെ കാണുന്ന ടെലിവിഷന്റെ വസന്തകാലം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന പ്രണോയ് റോയി എന്നുള്ള ആ മാധ്യമ സാരഥി നടത്തുന്ന NDTVയെ ചുറ്റിപ്പറ്റി നടന്ന ഒരു വിവാദം ഇപ്പോഴെല്ലാവരും മറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ വന്നപ്പോൾ എന്നെ അഭിമുഖം ചെയ്തു. അപ്പോൾ കൊച്ചിയിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എത്ര പേര് എനിക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നു. ഡൽഹി പ്രസ് ക്ലബിൽ ഏതാനും വിരലിലെണ്ണാവുന്ന മാധ്യമ പ്രവർത്തകരല്ലാതെ ആരെങ്കിലും എന്നെയും NDTVയെയും വേട്ടയാടിയപ്പോൾ മുന്നോട്ട് വന്നോ എന്ന് അദ്ദേഹം ചോദിക്കുക. എന്തായിരുന്നു NDTVക്ക് പറ്റിയ കുഴപ്പം? എല്ലാ ചാനലുകളും 2014 ശേഷം ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് നരേന്ദ്രമോദിയുടെ മുഖ്യ സന്ദേശവാഹകരായി പരിണമിച്ചപ്പോൾ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു വിദൂര തലമെങ്കിലും പ്രകടിപ്പിക്കാൻ വേണ്ടി തന്റെ ഇടം പ്രണോയ് റോയിയും NDTVയും കാണിച്ചൊരൊറ്റ കാരണത്താൽ NDTVക്കെതിരെ കേസെടുക്കുന്നു. അദ്ദേഹം ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ആ വായ്പ ഒരു സബ്സിഡറിക്ക് കൈമാറിയത് നിയമപ്രകാരമല്ല എന്നുള്ള ഒരു കുറ്റം ചുമത്തുന്നു. അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അദ്ദേഹത്തെ റെയ്ഡ് ചെയ്യുന്നു. 7 വർഷം ആ കേസുമായിട്ട് CBI മുമ്പോട്ട് പോകുന്നു. അതിനിടയിൽ അദ്ദേഹം റിലയൻസിന് കൊടുത്ത ഓഹരികൾ, റിലയൻസ് ഒരു കമാന്നൊരു വാക്ക് പ്രണോയ് റോയിയോട് പറയാതെ അദാനിക്ക് കൈമാറുന്നു. അദാനിക്ക് കൈമാറാൻ വേണ്ടിയുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായിരുന്നു എന്ന് പകൽ പോലെ വ്യക്തം. ഹിരൺ ജോഷി എന്നുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം റിലയൻസിന്റെ കയ്യിലുണ്ടായിരുന്ന NDTVയുടെ ഓഹരികൾ ഒരു സുപ്രഭാതത്തിൽ അദാനിയുടെ കയ്യിലേക്ക് മാറും. അത് കഴിഞ്ഞ് പ്രണോയ് റോയിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ സ്ഥാപനവുമായിട്ട് മുമ്പോട്ട് പോയാൽ കാരാഗ്രഹമായിരിക്കും എൻ്റെ വിധി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനുള്ളൊരു സൂചന അവർ കൊടുത്തു. എന്താണ്? അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറുന്ന സമയത്ത് രണ്ടുപേരും വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. നോക്കുക, ഇന്ത്യയിൽ ടെലിവിഷന്റെ വസന്തകാലം ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മാധ്യമ പ്രവർത്തകനെ ആയിരക്കണക്കിന് യാത്രക്കാരുടെ മുമ്പിൽ വെച്ച് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും വിമാനത്തിൽ കയറുന്ന തടഞ്ഞുകൊണ്ട് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോകും. അതോടുകൂടി അദ്ദേഹത്തിന് ഒരു കാര്യം ബോധ്യമായി, ഈ പോരാട്ടത്തിൽ താൻ നേരിടുന്ന ശത്രു എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളല്ല, സാമ്രാജ്യം പോലെ നിൽക്കുന്ന ഈ ഭരണകൂടമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അദ്ദേഹം അവശേഷിക്കുന്ന തൻ്റെ ഓഹരികൾ കൈമാറി NDTV ഉപേക്ഷിക്കുന്നു. അങ്ങനെ NDTV ഉപേക്ഷിച്ച ശേഷം 7ാമത്തെ വർഷം CBI ഡൽഹി ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. 7 വർഷത്തെ ഞങ്ങളുടെ അന്വേഷണം കൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം ബോധ്യമായി, പ്രണോയ് റോയ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. NDTVയുടെ ഭാഗത്ത് നിന്ന് ശിക്ഷിക്കപ്പെടേണ്ട യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കോടതിയിൽ അവർ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുന്നു, കേസ് നിർത്തുന്നു. പ്രണോയ് റോയ് ചോദിക്കുന്നു, ഞാൻ 7 വർഷം എന്നെ വേട്ടയാടിയവരെന്തിനു വേണ്ടിയാണ്? ഈ വേട്ടയാടലിന്റെ പരിണത ഫലമായിട്ട് ഞാൻ ഉപേക്ഷിച്ച എൻ്റെ സ്ഥാപനം എനിക്ക് തിരിച്ചു കിട്ടുമോ? ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെ ചെറുവിരലരക്കാനുള്ള ഒരു തൻ്റെ ഇടം കാണിച്ച ഒരു സ്ഥാപനം ഇനി തിരിച്ച് നമ്മുടെ മാധ്യമ ഭ്രമണപഥത്തിലേക്ക് മടങ്ങി വരുമോ? ഇല്ല. എങ്ങനെയാണ് നമ്മുടെ മാധ്യമ ലോകം നിയന്ത്രിക്കപ്പെടുന്നത്? ഒരു വഴിക്ക് സാമൂഹ്യ മാധ്യമങ്ങളെ ബിഗ് ടെക് കമ്പനികൾ എങ്ങനെയാണ് ദുരുപയോഗിക്കുന്നത് എന്നതിൻ്റെ മറുവശമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുകളിലുള്ള നിയന്ത്രണം. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നോർവേ സന്ദർശിച്ചിരുന്നു.
നോർവേ സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു പത്രപ്രവർത്തക അദ്ദേഹത്തോട് ചോദിച്ചു, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള നോർവേയിലാണ് നിങ്ങൾ വന്നത്. 157-ാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള സാവകാശം ഞങ്ങൾക്കുണ്ടാകുമോ എന്ന് നോർവേയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു ചോദിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ചോദ്യമുയർന്നതോടെ ആ വേദിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഒളിച്ചോടുന്നു. നോക്കുക, ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ നിരവധി മാധ്യമ പ്രവർത്തകർ നമ്മുടെ ആരെങ്കിലും ഒരാൾ പത്രപ്രവർത്തകരോട് സമ്മതിക്കുന്നില്ലാതെങ്കിൽ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പത്രക്കാരുടെ ചോദ്യങ്ങളോട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ബുധനാഴ്ച തോറും മന്ത്രിസഭാ യോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ വിളിച്ചിട്ട് ഞങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിക്കുന്നില്ല? ഈ ഒരു പത്രപ്രവർത്തകനും ഡൽഹിയിൽ പോയി, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൻ്റെ സഹപ്രവർത്തകർ ഡൽഹിയിൽ എത്തിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് 12 വർഷമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തില്ല എന്ന് ആരും ചോദിക്കില്ല. നോക്കുക, പുറമേക്കുള്ള നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് മദർ ഓഫ് ഡെമോക്രസി എന്നാ പറയുക. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്പോഴും സംസാരിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ മാതാവാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. എപ്പോഴും ഏത് വേദിയിലും ജനാധിപത്യത്തിൻ്റെ മാതാവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 12 വർഷമായിട്ട് ഒരു പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ല.